ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മധുരമുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ലാവൻഡർ പുഡിങ്ങിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെറും 4 ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറുമാമ്പഴം അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ഇതുപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ ഒരു മിക്സി ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലെടുക്കാം. ഇനി അതേ കപ്പിൽ തന്നെ ഞാൻ ഉറുമാമ്പഴത്തിൻ്റെ ജ്യൂസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് പാലൊഴിച്ചിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ 2 കപ്പിന് കണക്കായിട്ടാണ് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മെഷർമെൻറ്റ് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 2 കപ്പ് തന്നെ ഇങ്ങനെ എടുക്കണമെന്ന് പറയുന്നത്. അങ്ങനെ പാലും നമ്മുടെ ഉറുമാമ്പഴത്തിൻ്റെ ജ്യൂസൊക്കെ ഇതുപോലെ ഒന്ന് മിക്സായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ പഞ്ചസാരക്ക് പകരം ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. കാരണം ഇതിൽ കോൺഫ്ലോറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറിയ തീയിൽ തന്നെ ഇളക്കി ഒരു കട്ടിയായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും. അപ്പം ഇങ്ങനെ കട്ടിയായി വന്നതിന് ശേഷം ഒരു മിനിറ്റോ 2 മിനിറ്റോ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഗ്യാസ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു മധുരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. ഇനി ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം. ഇപ്പോൾ ഫ്രഷ് ക്രീം, മിൽക്ക് മെയ്ഡ് ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പുഡിങ് കൂടുതൽ രുചികരമാക്കാം. പക്ഷേ ഇതൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊരാൾക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വേണമെങ്കിൽ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ബദം എടുത്തിട്ടുണ്ട്. ബദം ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കണം എന്നുള്ളതാണെങ്കിൽ ഫ്രീസറിൽ 1 മണിക്കൂറിൽ വെച്ചാൽ തന്നെ നല്ല രീതിയിൽ സെറ്റായി കിട്ടും. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ താഴത്ത് തന്നെ വെച്ചാൽ മതിയാവും. അങ്ങനെ പുഡിങ് ഇവിടെ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ക്രീമി ടെക്സ്ചറുള്ള ഒരു പുഡിങ് കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ നേരം വെച്ചിരിക്കാൻ പാടില്ല. കാരണം ഇത് ഫ്രീസായി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.